ഈസ്റ്റ് ആഫ്രിക്കയിലെ മൊസാംബിക്കിൽ ബോട്ട് മറിഞ്ഞ് 3 ഇന്ത്യക്കാർ മരിച്ചു. മലയാളിയടക്കം 5 പേരെ കാണാതായിരിക്കുകയാണ്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായിട്ടുണ്ട്. വിഷ്ണു, എപ്പോഴാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത്? എങ്ങനെയാണ് ഇപ്പോൾ ഇവർക്കായുള്ള തെരച്ചിൽ നടക്കുന്നത്? എങ്ങനെയാണ്? അക്ഷയ, ഇന്നലെ പുലർച്ചെ മൊസംബിക് സമയം ഇന്നലെ പുലർച്ചെ 3:30 കൂടിയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. സീക്വസ്റ്റ് എന്ന ഒരു കപ്പലിലേക്ക്, ആ കപ്പലിലെ ഡ്യൂട്ടി ചേഞ്ചുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളെ കപ്പലിലോട്ട് കയറ്റാൻ കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു ഈ ഒരു അപകടം. ചെറു ബോട്ടിൽ കൊണ്ടുപോയ 21 പേരടങ്ങുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 14 പേരാണ് ഇന്ത്യക്കാരായിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിൽ 5 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി 5 പേര് മിസ്സിംഗ് ആണ്. ഇതിലാണ് ഒരു 3 മരണവും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവർ കടൽ മാർഗം ചെറിയ വലിയ ബോട്ടിന്റെ കപ്പലിന് അടുത്തേക്ക് സഞ്ചരിക്കവേ വലിയൊരു തിര വരികയും തുടർന്ന് അപകടത്തിൽ പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഈ കാണാതായിട്ടുള്ള ആളുകളിലും മലയാളികൾ ഉണ്ട് എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട്. ഇതിൽ ഔദ്യോഗികമായിട്ടുള്ള പേര് വിവരങ്ങൾ, മരിച്ചവരുടെ ആയിട്ടുള്ള ഔദ്യോഗിക പേര് വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഏതായാലും ഈ കാണാതായവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ മൊസാംബിക് ആ കടൽ തീരത്ത്, കടലിനോട് ചേർന്ന് അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട്. മറ്റ് ഇന്ത്യയുടെ തന്നെ ഉന്നതമായിട്ടുള്ള ഹൈക്കമ്മീഷൻ അടക്കമുള്ള ഹൈക്കമ്മീഷനിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെടെ ഈ രക്ഷപ്പെട്ടവരെ ആശുപത്രിയിലെത്തി കാണുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഏതായാലും നിലവിൽ 5 പേരെയാണ് കാണാതായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ 21 പേരടങ്ങുന്ന ബോട്ടിൽ 7 പേർ ആ ബോട്ടിലെ തന്നെ ജീവനക്കാരായിരുന്നു. ബാക്കി 14 പേരും ഈ കപ്പലിൽ ജോലിക്കായി ആ കപ്പലിലേക്ക് ജോലിക്ക് കൊണ്ടുപോകുന്ന ആളുകളായിരുന്നു. ഇതിൽ ഉള്ള ആളുകളാണ് ഇപ്പോൾ ഇന്ത്യക്കാരടക്കമുള്ളവരെ. മൊസാംബിക്കിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. 3 ഇന്ത്യക്കാരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 5 മലയാളികളടക്കമുള്ള 5 പേരെ കാണാതായിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.